ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖമടിച്ച് പൊട്ടിക്കുന്ന വിധത്തിൽ നിർണായകമായ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ മണിക്കൂറിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ ഒരു കരാറിലും ഒപ്പിടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ട്രംപ് പറയുന്ന നിർദ്ദേശങ്ങളൊന്നും അങ്ങനെ അതേപടി ഉൾക്കൊള്ളാനാകില്ലെന്നുമാണ് ഇറാന്റെ മധ്യസ്ഥ പ്രതിനിധിയായി വന്ന മുഹമ്മദ് ബാഗെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അതായത് അമേരിക്ക എത്രയൊക്കെ വിരട്ടിയാലും ഭീഷണിപ്പെടുത്തിയാലും ഒരു തരത്തിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. അതല്ല ഈ വീഡിയോയുടെ വിഷയം. ഈ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറാന്റെ ശക്തി അത് ഈ വെടിനിർത്തൽ കാലയളവിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അനേകമിരട്ടി വർദ്ധിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിനെ അത് ബോധ്യപ്പെടുത്തിയത് CNN എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമമാണ്. ഇറാനിലെ തന്ത്രപ്രധാന മേഖലകളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ, അതിൽ പറയുന്ന നിർണായകമായ കാര്യങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായി CNN ഇന്നലെ പുറത്തുവിട്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും വാർത്താ ഏജൻസികളൊക്കെയും അത് ഏറ്റെടുത്തു. ദ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുക. ഇത് CNN വാർത്തയെ ഉദ്ധരിച്ച് ഇവരുടെ കൂടി കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടാണ്. നോക്കുക, ട്രംപിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതിഭയാനകമായ പ്രഹരങ്ങൾ ഇനിയും ഏറെക്കാലം തുടർച്ചയായി ഏൽപ്പിക്കാൻ കെൽപ്പുള്ള വിധത്തിലുള്ള സന്നാഹങ്ങൾ ഇതോടകം ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ആ വാർത്ത നോക്കുക. ഇറാൻ ക്ലിയേഴ്സ് ബോംബ് ടണൽസ്, restores missile operations posed by US-Israeli strikes. According to CNN, Iran used simple equipment such as bulldozers and dump trucks to clear roads and tunnel entrances which had been destroyed by the bombing എന്നാണ് പറയുന്നത്. അതായത് ഇറാൻ ഈ വെടിനിർത്തൽ കാലയളവിൽ തന്ത്രപരമായ സമ്മർദ്ദം അമേരിക്കയ്ക്ക് നൽകി ഈ കരാറിൽ ഒപ്പിടാനുള്ള അമേരിക്കയുടെ സന്നദ്ധതയെ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തകർത്ത് കളയുന്ന വിധത്തിൽ നിലപാടിൽ ഉറച്ചു നിന്ന് ട്രംപിനെ വട്ടം കറക്കിയതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് ബോധ്യപ്പെടുത്തുന്നത്. അതായത് വെടിനിർത്തൽ കരാറ് ട്രംപ് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ, അത്രയും കാലം വെടിനിർത്തൽ തുടരുമ്പോൾ, ആ സമയം അത്രയും ഇറാൻ തങ്ങളുടെ ആയുധ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. 3 ആഴ്ച മുമ്പ് US-ന്റെ ഇന്റലിജൻസ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ CNN ഉപഗ്രഹ ചിത്രങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആധികാരികമായി ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകുകയാണ്. നോക്കുക, ഇത്രയും നാൾ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ശക്തി ഞങ്ങൾ തകർത്തു അല്ലെങ്കിൽ ഇറാൻ ഇല്ലാതായി എന്ന നിലയിൽ നടത്തിയിരുന്ന പരാമർശങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു, വ്യാജമായിരുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു എന്നു തന്നെ വേണം ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ. ഇതിൽ പറയുന്നത് എന്താണ്? ഇറാന്റെ ആയുധ ശേഖരങ്ങൾ പൂർണ്ണമായി തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ സംഭവിച്ചത് അതല്ല. ഇറാന്റെ മിസൈൽ സിറ്റികൾ, ഏതാണ്ട് 69ഓളം മിസൈൽ സിറ്റികൾ ഇറാനുണ്ട്. ഈ മിസൈൽ സിറ്റികളിലേക്കുള്ള, അതായത് ഭൂഗർഭ മേഖലയിൽ, അത് വലിയ പാറക്കെട്ടുകൾക്കും അതുപോലെ തന്നെ വലിയ വലിയ കുന്നുകൾക്കുമൊക്കെ അടിയിലായി ഉപരിതല ബോംബിങ്ങിലൂടെ തകർക്കാൻ കഴിയാത്ത വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഏതാണ്ട് 6 തരത്തിലുള്ള പ്രത്യേകതരം ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന പല തരം മിസൈലുകളുടെയും വൈവിധ്യമാർന്ന ഡ്രോണുകളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം ഇറാനുണ്ട്. അപ്പൊ ഈ ശേഖരങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു ആത്യന്തികമായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം. അപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരങ്ങൾ പൂർണ്ണമായി തകർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ തീവ്രത കുറയും. ഇതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടൽ. പക്ഷെ സംഭവിച്ചത് എന്താണ്? അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാന്റെ ആയുധ ശേഖരങ്ങളെ തൊടാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഭൂമിശാസ്ത്രപരമായ നിരവധി പ്രത്യേകതകൾ ഈ 69 മിസൈൽ സിറ്റികൾക്കുമുണ്ട്. പുറമേ നിന്ന് അങ്ങനെ വെറും ബോംബിങ്ങോ മിസൈലുകൾ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബുകൾ നിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും അങ്ങനെ ഈ ആയുധ ശേഖരം തകർക്കാൻ കഴിയില്ല. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? അവര് ഈ മിസൈൽ സിറ്റികൾ തകർക്കാതെ അവിടേക്കുള്ള റോഡുകൾ, അവിടേക്കുള്ള ഗർത്തങ്ങളുടെ വാതിലുകൾ ഇതൊക്കെ തകർക്കുകയോ മൂടുകയോ ചെയ്തു. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു,
ഇറാന്റെ മുഴുവൻ സന്നാഹങ്ങളും ഞങ്ങൾ തകർക്കുകയാണ്. 80% തകർത്തു, 90% തകർത്തു, ഇറാൻ ഇനി എഴുന്നേറ്റ് വരാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ട്രംപിനെയും നെതന്യാഹുവിനെയും നമ്മൾ ഈ സമീപകാല യുദ്ധ ചരിത്രത്തിൽ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ക്ലിയർ ചെയ്യുന്ന ഇറാനെയാണ് ഇപ്പോൾ കാണുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ബുൾഡോസറുകളും, അതായത് അവരുടെ ചെറിയ വാഹനങ്ങളായ, അവരുടെ ഒരു യുദ്ധമേഖലയിൽ വളരെ ചെറുതെന്ന് പറയാവുന്ന സാധാരണ ബുൾഡോസറുകൾ, അതുപോലെ ഡം ട്രക്കുകൾ, സാധാരണ ട്രക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 69ൽ 50 ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളും അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ, അതായത് ആ മിസൈൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഏത് നിമിഷവും ആയുധങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അമേരിക്ക പറഞ്ഞൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ തകർത്തു. അത് ശരിയാണ്, ഇറാന്റെ പല മിസൈൽ ലോഞ്ചിങ് പാഡുകളും തകർത്തു. അപ്പോൾ മിസൈലുകൾ കൊണ്ടുവന്നാലും അത് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി വിക്ഷേപിക്കാനുള്ള സാഹചര്യം ഇറാൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ കീഴടങ്ങും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ മറ്റൊരു വാദം. പക്ഷെ അവിടെയും ഇറാൻ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തി. ഇറാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മൊബൈൽ ലോഞ്ചിങ് പാഡുകൾ ആയിരക്കണക്കിന് സൃഷ്ടിച്ചെടുത്തു. അതായത് ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് അതിവേഗത്തിൽ എവിടെയാണോ മിസൈൽ ഉള്ളത് അവിടെ നിന്ന് തന്നെ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനം നോക്കി വിക്ഷേപിക്കാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചിങ് പാഡുകൾ ഈ വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏതു തരത്തിൽ ഇറാനെ തകർക്കാൻ ശ്രമിച്ചാലും പ്രത്യാക്രമണം ഉണ്ടാകും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം. കാരണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ കപ്പലുകൾ, ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾ ഒക്കെ തകർക്കാൻ ഇറാന് സെക്കൻഡുകൾ മതി. അത്രയധികം ആയുധ ശേഖരങ്ങൾ, മിസൈൽ ശേഖരം, ഡ്രോണുകളുടെ ശേഖരം ഇറാന്റെ പക്കലുണ്ട്. അപ്പൊ അത് പ്രയോഗിക്കാത്ത വിധത്തിൽ ഇറാനെ വരിഞ്ഞു കെട്ടാനായിരുന്നു അമേരിക്കയും ഇസ്രായേലും പദ്ധതികൾ തയ്യാറാക്കിയത്. പക്ഷേ ആ സകല പദ്ധതികളും തകർന്നു തരിപ്പണമാകുന്ന വിധത്തിൽ ഇറാൻ ശക്തമായി അവരുടെ ആയുധ ശേഖരം ബലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. CNN ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ലോകം മുഴുവൻ ഇത് വലിയ ചർച്ചയാക്കിയപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ മുമ്പ് ട്രംപ് CNN പോലും രൂക്ഷമായ ആക്രമണവുമായി, അതായത് രൂക്ഷമായ ഭാഷയിൽ CNN കടന്നാക്രമിച്ചുകൊണ്ട് ട്രംപ് വരുന്ന സാഹചര്യമുണ്ടായി. അതായത് ട്രംപിന്റെ ദൗർബല്യം, അല്ലെങ്കിൽ ട്രംപിന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി അത് ഭയാനകമാണ് എന്ന് ലോകം തിരിച്ചറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതിനിടയിൽ അമേരിക്കൻ മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ മറ്റൊരു ഒരു വിവാദവുമായി, അല്ലെങ്കിൽ ഇറാൻ ക്ഷയിക്കുന്നു എന്ന നിലയിൽ ഒരു വാദവുമായി രംഗത്ത് വന്നു. ആ വാദം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ രാജിവെച്ചു, ഇറാനിൽ ഭരണ ഭിന്നത എന്ന രീതിയിലൊക്കെയാണ് വലിയ തോതിൽ പ്രചാരണങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ അഴിച്ചുവിടുന്നത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീതി ഉണ്ടാക്കുന്ന, ഭീഷണി വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം മുസ്തഫ ഖാംനെയുടെ കയ്യിലേക്ക് കൂടുതൽ അധികാരം വരുന്നു, അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ IRGCക്ക് കൈക്കൊള്ളാവുന്ന സാഹചര്യം വരുന്നു. അതാണ് സംഭവിച്ചത്. തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിച്ച അമേരിക്കൻ സൈന്യത്തിന്, ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇറാന് കൂടുതൽ ശേഷി ഉണ്ടാകുന്ന വിധത്തിലാണ് IRGC കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. മസൂദ് പെഷഷ്കിയാൻ നമുക്കറിയാം, കാലങ്ങളായി തന്നെ അദ്ദേഹം തീവ്ര നിലപാടിലേക്ക് പോകുന്ന ഒരാളല്ല. പലപ്പോഴും ഒരു മിതവാദി എന്ന നിലയിലായിരുന്നു മസൂദ് പെഷഷ്കിയാൻ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ യുദ്ധത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു എന്ന് പറയുമ്പോൾ IRGCക്ക്, മുസ്തഫ ഖാംനെയ്ക്ക് കൂടുതൽ യുദ്ധകാര്യങ്ങളിൽ നിയന്ത്രണം വരുന്നു എന്ന് വേണം കരുതാൻ. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ വരുമ്പോൾ അത് ആത്യന്തികമായി തിരിച്ചടിയാകുന്നത് ഇറാന്റെ എതിരാളികൾക്കായിരിക്കും. അതുതന്നെയാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയെ ശക്തമായി വെല്ലുവിളിക്കുന്നതിന്റെ അടിസ്ഥാനം. വലിയ ധൈര്യം ഇറാന് ലഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാതെ ഒരു കരാറിലും ഒപ്പിടില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരിക്കുന്നു. നോക്കണം, കഴിഞ്ഞ 3 ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഞാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്, ഈ പറയുന്ന കപ്പലുകളൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്, ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ വരാൻ പോവുകയാണ്, യുദ്ധം ഉടൻ അവസാനിക്കും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, ഹോർമുസിന്റെ നിയന്ത്രണം വേണ്ട എന്ന് ഇറാൻ സമ്മതിക്കാൻ പോവുകയാണ്, ഞാൻ എല്ലാ പ്രശ്നവും പരിഹരിക്കുകയാണെന്ന് പറഞ്ഞ അതേ ട്രംപ് ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട്, പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇറാന്റെ കരുത്ത് പുറത്തുവിട്ട, അല്ലെങ്കിൽ കരുത്തറിഞ്ഞ ആ സാഹചര്യത്തിൽ ആ വാർത്ത പുറത്തുവിട്ട CNN പോലും വലിയ വിമർശനങ്ങളുമായി വാളെടുത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. ട്രംപിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റുകയാണ്. ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇറാൻ അതിശക്തമായ യുദ്ധത്തിലേക്ക് കടക്കുകയാണ്.
ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വലിയൊരു ആക്രമണം വരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ, ഇസ്രായേൽ ഈ സമയം ലെബനനിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഞങ്ങൾ പേടിച്ചിട്ടില്ല, ഞങ്ങൾ യുദ്ധം ഇനിയും വർദ്ധിപ്പിക്കുമെന്ന രീതിയിൽ മറുവശത്ത് നിൽക്കുകയാണ്. ബിയു ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ട് ഇസ്രായേൽ ലെബനനിൽ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധമില്ലെങ്കിൽ അഴിക്കുള്ളിലാകുന്ന സാഹചര്യം ഉണ്ടാകും, യുദ്ധമില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നെതന്യാഹു ലെബനനിലേക്ക് ആക്രമണം കടുപ്പിച്ചു. ഇറാനെ ആക്രമിക്കാൻ കഴിയുന്നാൽ ലെബനനെങ്കിലും ആക്രമിക്കാമെന്ന് പറഞ്ഞ് ലെബനനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഇറാനെ തകർക്കാനോ അല്ലെങ്കിൽ ഇറാന്റെ ശക്തി ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന് ആധികാരികമായി വാർത്തകളിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ഇറാന്റെ കരുത്ത് പരിശോധിക്കുമ്പോൾ അടുത്തെങ്ങും ഇറാനെ വീഴ്ത്താനോ തകർക്കാനോ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നു. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് അമേരിക്ക ഇനി കരാറുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ട്രംപിനും ഇസ്രായേലിനും സമാനതകളില്ലാത്ത, ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഭയാനകമായ തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് എന്നു തന്നെയാണ് പറയാനുള്ളത്.